Dear students, in this video we'll be discussing a small topic which is regarding to the project in entrepreneurship. So during the last classes we have already discussed the concept of project and what project management is. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് ഐഡിയാസ്. വി ഓൾറെഡി നോ പ്രോജക്റ്റ് ഇസ് സിമിലർ ടു ഓൺട്രപ്രണർഷിപ്പ്. ഇറ്റ് ഈസ് ഓൺട്രപ്രണർഷിപ്പ് ഇറ്റ് സെൽഫ്. നമ്മൾ ടെക്നിക്കലി പറയുന്ന ഒരു പേര് മാത്രമാണ് പ്രോജക്റ്റ്. പല ഓൺട്രപ്രണേഴ്സും ഇതൊരു അപ്രോച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നു. ബിസിനസ് എന്നുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരി ഓരോ അവരുടെ ഓൺട്രപ്രണർഷിപ്പ് ഐഡിയാസിനെയും ഓരോ പുതിയ ഇനീഷ്യേറ്റീവിനെയും അവർ ഓരോ പുതിയ പ്രോജക്റ്റുകളായിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്നു. അതൊരു അപ്രോച്ച് രീതിയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് ഒരു ഓൺട്രപ്രണറിന് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ പ്രോജക്റ്റ് ഐഡിയാസ് കിട്ടുന്നത്. പല രീതിയിലായിരിക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു ഐഡിയ വന്ന് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വി നോ ദാറ്റ് ആൾക്കാർക്ക് ഒരിക്കലും ഒരു 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 ഓൺ നൈറ്റ് ആയിരിക്കില്ല, ഒരു ഓവർ നൈറ്റ് ആയിരിക്കില്ല മേ ബി മനസ്സിലൊരു ഐഡിയ വരുന്നത്. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ പറയില്ല ഇങ്ങനെ എയറിൽ നിന്നായിരിക്കില്ല നമുക്ക് ഐഡിയാസ് വരുന്നത്. എന്തെങ്കിലും ഒരു ട്രിഗർ ചെയ്തൊരു ഫാക്ടർ ഉണ്ടാവും. എന്തെങ്കിലും വായിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കോൺവേഴ്സ് ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വീണ ഒരു ഫാക്ടർ ആയിക്കോട്ടെ, നമ്മളുടെ സെൽഫായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായ ഒരു കാര്യമായിക്കോട്ടെ, എന്തോ ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിട്ടുണ്ടാവും for every entrepreneur അല്ലെങ്കിൽ for every prospective entrepreneurs to have an idea. So that is what we are going to discuss in this video, and we know that, or we should know that around us there are a lot of opportunities for prospective entrepreneurs. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ there are sources of many project ideas. So one by one we'll discuss. There are many sources from which an entrepreneur can generate project ideas. So the first one among them is the market need and the consumer needs. നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഓൺട്രപ്രണർ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓൺട്രപ്രണർ കണ്ടിട്ടുള്ള, സപ്പോസ് ഞാൻ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്തു, ഞാൻ കുറച്ച് നാൾ പഠിച്ചത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹി മാർക്കറ്റിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ അവരുടെ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നീഡിനെ വെച്ച് ഐ മേ ബി കമ്പയർ വിത്ത് മൈ ടൗൺ. എൻ്റെ ഹോം ടൗണിലുള്ള ആൾക്കാർക്കും ഇതേ ഡിമാൻഡ്സ് ഉണ്ട്, പക്ഷെ അവരുടെ ആ ഡിമാൻഡ്സ് മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വന്നൊരു ചിന്തയായിരിക്കാം. അപ്പം അവിടെ പ്യുവർലി വളരെ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് ഐഡിയ മനസ്സിൽ വരുന്നു. അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സോഴ്സാണ്. മിക്കവാറും എല്ലാവരും, അതായത് ഒരു മെജോറിറ്റി ഓഫ് ഓൺട്രപ്രണേഴ്സും ചിന്തിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർ ആദ്യം ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർ മാർക്കറ്റിലേക്കാണ് കണ്ണു വെക്കുന്നത്, അവർ കൺസ്യൂമേഴ്സിലേക്കാണ് നോക്കുന്നത്, വാട്ട് ദേ വോണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ചിന്ത. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഇറ്റ്സ് നത്തിങ് ക്രിയേറ്റീവ്, ബട്ട് ഇറ്റ് ഈസ് എ വെരി കോമൺ ബട്ട് ആൻ ഈസി ടു ഫൈൻഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ്, ഒരു സോഴ്സാണ് ഈ മാർക്കറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഫുഡ് പ്രോഡക്റ്റ്സ് എന്നല്ല, ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് പ്രോഡക്റ്റ്സ്, എവ്രിബഡി ഈസ് ബീങ് ഹെൽത്ത് കോൺഷ്യസ്. എല്ലാവരും ഫിറ്റ്നസ് കോൺഷ്യസ് ആണ്, അപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. സോ അവർക്ക് ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ്സ് വേണം. ഫിറ്റ്നസ് എക്യുപ്മെൻറ്റും ഫിറ്റ്നസ് സർവീസസും ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഹെൽത്തി സ്നാക്ക് ഓൾട്ടർനേറ്റീവ്സ്, എവ്രിബഡി ദേ വോണ്ട് സ്നാക്കിങ്, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും സ്നാക്കിങ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. ആർക്കും അവരുടെ ഇഷ്ടമുള്ളതോ ടേസ്റ്റ് ബഡ്സിനെ ഒന്നും മുഷിപ്പിക്കാനായിട്ട് താല്പര്യമില്ല. ദേ വോണ്ട് ടേസ്റ്റി ഫുഡ് ബട്ട് ഇൻ എ ഹെൽത്തി വേ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഡിമാൻഡാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പാസ്റ്റ് 10 years എടുത്താൽ അതിനകത്ത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ചേഞ്ച്ഡ് ആയിട്ടുള്ള പ്രിഫറൻസിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണത്. സോ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ വെരി ഫസ്റ്റ് ആൻഡ് വെരി കോമൺ സോഴ്സ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ ഇസ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ AI നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റിന്യൂവബിൾ എനർജി, ഇപ്പോൾ സോളാറൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒത്തിരി പഴക്കമുള്ള ടെക്നോളജിയൊന്നും അല്ല. സോളാർ കൺവേർട്ടിങ് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിസിറ്റി, ഈവൻ വീടുകളിലെ ആവശ്യങ്ങൾക്ക് പോലും. അപ്പോൾ എത്ര നാളായിട്ടുണ്ട് വീടുകളുടെയൊക്കെ മുകളിൽ സോളാർ പാനൽസ് കണ്ടു തുടങ്ങിയിട്ട്? വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഈവൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള റോഡിൻ്റെ സൈഡിൽ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റുകളിൽ പോലും ഈ ടെക്നോളജി ഇന്ന് യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ
there are companies nowadays ഈ പ്ലാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോളാർ ഇൻസ്റ്റലേഷൻസ് ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി കമ്പനീസ് കഴിഞ്ഞ കുറച്ചൊരു 5 വർഷം 6 വർഷം 7 വർഷത്തിൻ്റെയൊക്കെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ വി കെൻ സീ ദിസ് ഇസ് ഹാപ്പൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദി ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെയൊരു ടെക്നോളജി വന്നിട്ടില്ലെങ്കിൽ ആളുകൾ അങ്ങനത്തെ ബിസിനസ് ഐഡിയാസിലേക്കും വരില്ല. അതുപോലെ നമ്മളിപ്പോൾ ഈ വീടൊക്കെ പണിയുമ്പോൾ ഒത്തിരി ഫ്ലോറിങ് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കാണാറുണ്ട്. ഫ്ലോറിങ്ങിൽ പല പല പുതിയ ഓൾട്ടർനേറ്റീവ്, ഇപ്പോൾ ഈ റെസിൻ ആർട്ടുകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ, ഈ റെസിൻ വെച്ചിട്ട് ചെയ്യുന്ന ഫ്ലോറിങ്സ് ഒക്കെ ഇന്നിപ്പോൾ പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന പുതിയ ബിസിനസ് പ്ലാനുകളാണ്. അങ്ങനത്തെ ഒത്തിരി ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അപ്പോൾ ഓരോ പുതിയ ടെക്നോളജീസ് വരുമ്പോഴും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാം, എന്ത് കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്ത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഓൺട്രപ്രണേഴ്സിന് ചിന്തിക്കാം. സോ അതും നമുക്കൊരു സോഴ്സ് ഓഫ് ഐഡിയ ആയിട്ട് കാണാം. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഗവൺമെൻറ് സപ്പോർട്ട് ആൻഡ് പോളിസീസ്. ഗവൺമെൻറ്റിൻ്റെ പുതിയ പുതിയ സ്കീമുകൾ, ആ സ്കീമുകൾ കാണുമ്പോഴാണ് ഐഡിയാസ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യയൊക്കെ പുതിയ പുതിയ സ്കീമുകളാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒത്തിരി പ്ലാനുകളുണ്ട്. ഇനി അതൊന്നും കൂടാതെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻഡസ്ട്രി സെൻറ്ററിൻ്റെയൊക്കെ കീഴിലുമൊക്കെ ഓരോ ഓൺട്രപ്രണേഴ്സിനെയും, റീജിയണൽ ഓൺട്രപ്രണേഴ്സിനെയും വുമൺ ഓൺട്രപ്രണേഴ്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ ഓരോ പ്ലാനിൻ്റെ ഉള്ളിലും കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇന്ന റൂറൽ ഏരിയാസിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ ഫുഡ് ടെക്നോളജിയുടെ ഏരിയയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ലോൺ തരും, ഇങ്ങനെ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഒക്കെ ഉണ്ടാവും. ആ കണ്ടീഷൻസും ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്താൽ they will be providing certain supports and policies which will enable entrepreneurs to start projects. So അതുകൊണ്ടിട്ട് ആ ഒരു വഴിയിലേക്ക് തിരിയുന്ന ഓൺട്രപ്രണേഴ്സും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം വേറെ എൻ്റെ ഒരു ഐഡിയാസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഗവൺമെൻറ് സപ്പോർട്ടൊന്നും കിട്ടില്ല. ഇങ്ങനെ അവർ പറയുന്ന പ്രകാരം പോവുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഗവൺമെൻറ് സപ്പോർട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്, ട്രെയിനിങ് ആയിട്ടും പൈസ ആയിട്ടും ഒക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഐഡിയാസിലേക്ക് തിരിയുന്ന ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ അതും നമുക്കൊരു സോഴ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ദ നെക്സ്റ്റ് ഇസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശരിക്കും പെർഫെക്റ്റ്ലി റിസർച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. പല കാര്യങ്ങളിലും പല ഫീൽഡുകളിലും റിസർച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കുറേ ഐഡിയാസ് വരാറുണ്ട്, കുറേ പ്രോഡക്റ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതാണ് ഈ ലാബ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. ലാബുകളിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത് പല ലാബ്സും ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ലാബ് എന്ന് കേൾക്കുമ്പോൾ ഹെൽത്ത് ലാബ് മാത്രമല്ല, കെമിക്കൽ ലാബ്സ് ഉണ്ട്, ഫുഡ് ലാബ്സ് ഉണ്ട്, ഫാഷൻ ലാബ്സ് ഉണ്ട്. ദർ ആർ മെനി എക്സ്പെരിമെൻ്റൽ പ്ലേസസ് വേർ റിസർച്ച് ആർ ഹാപ്പനിങ്. അപ്പം അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിന്നും റിസർച്ചുകൾ കണ്ടെത്തി ആ റിസർച്ചിൻ്റെ റിസൾട്ടായിട്ട് പല പ്രോഡക്റ്റ് ഐഡിയാസും ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഫ്യൂവൽ ഉണ്ടാക്കുന്നു, ഇതൊക്കെ പല എക്സ്പെരിമെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഗീ പൗഡർ, ഇപ്പോൾ പുതിയ കഴിഞ്ഞ വളരെ കുറച്ച് വർഷങ്ങളൊന്നും അല്ല, എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി നടന്നിട്ടുള്ള സക്സസ്ഫുൾ എക്സ്പെരിമെൻറ്റ്സിലൊന്നായിരുന്നു ഗീനെ പൗഡർ ഫോമിലേക്ക് ആക്കുന്ന ഗീ. അപ്പോൾ അത് പൗഡേർഡ് ഗീ, ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇതൊക്കെ ലാബുകളിൽ നിന്നുണ്ടായിട്ടുള്ള റിസർച്ചുകളിൽ നിന്നുണ്ടായിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ്. സോ അതൊരു ബിസിനസ് ഐഡിയ ആകും ഓബ്വിയസ്ലി ഇനി. സോ അതൊരു സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു സക്സസ് സ്റ്റോറി ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ബയോടെക്നോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ അതിൻ്റെ മെയിൻ എക്സാമ്പിൾസ് ആണ്. കാരണം ഒത്തിരി ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്ന മേഖലകളാണത്. ദെൻ ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻസ്. ട്രേഡ് ഫെയറുകളും എക്സിബിഷൻസും ഒക്കെ എക്സാമ്പിൾസ് ആവാറുണ്ട്. ഇപ്പോൾ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒക്കെ കളമശ്ശേരിയിലൊക്കെ ഒത്തിരി ട്രേഡ് ഫെയറുകളും എക്സിബിഷൻസും ഒക്കെ വരാറുണ്ട്. ഇന്നൊവേഷൻ സബ്മിറ്റുകൾ വരാറുണ്ട്. പല അങ്ങനത്തെ കോൺഫറൻസുകളൊക്കെ നടക്കാറുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി പുതിയ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡുകൾ, ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകൾ കാണാനായിട്ട് സാധിക്കുന്നു. പല സപ്ലയേഴ്സുമായിട്ട് റിലേഷൻഷിപ്പും നെറ്റ്വർക്കിങ്ങും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ഓൺട്രപ്രണർഷിപ്പിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഫെയറുകളും എക്സിബിഷൻസും എല്ലാം ഒരു പ്രോജക്റ്റിൻ്റെ സോഴ്സുകളായിട്ട് മാറും. ഒരു ട്രേഡ് ഫെയറിൽ പോയി ഞാൻ ഒരു സാധനം കണ്ടു, അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്തുകൊണ്ട് അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ എനിക്കൊരു ബിസിനസ്സായിട്ട് ചെയ്തുകൂടാ. സോ അതും നമുക്കൊരു സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് സോഷ്യൽ ആൻഡ് എൻവയറമെൻറ്റൽ സൊല്യൂഷൻസ്. ഇപ്പോൾ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ്. സോ സൊസൈറ്റി അനുഭവിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻവയറമെൻറ്റ് അനുഭവിക്കുന്ന പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ സൊല്യൂഷനുണ്ട്, അത് ഞാൻ ബിസിനസ്സാക്കി മാറ്റുന്നു. അതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് എക്സാമ്പിളാണ് എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്. ഇപ്പോൾ നമ്മളുടെ കോളേജിൽ തന്നെ യു ക്യാൻ സീ ഭൂമിത്ര സേന ഈസ് പ്രൊമോട്ടിങ് എ ടൈപ്പ് ഓഫ്
പ്ലേറ്റ്സ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലീവ്സ്, ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ട്, അത് നമ്മളാരും കാണുന്ന സാധാരണ വാഴലയൊന്നുമല്ല, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇല കൊണ്ട് ഉണ്ടാക്കുന്ന കുഞ്ഞി പാനിപൂരിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുഞ്ഞി പ്ലേറ്റ്സ് അവർ പുറത്തുനിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ കോളേജിൻ്റെ അകത്ത് സെയിൽ ചെയ്യുന്ന ക്യാമ്പസ് പീടികയിലേക്കൊക്കെ അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒത്തിരി പാക്കേജിങ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക് പ്ലേറ്റ്സും ഗ്ലാസ്സുകളും യൂസ് ചെയ്യുന്നു. ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബിസിനസ് ഐഡിയ ആവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരേ സമയം അത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു ഓൺട്രപ്രണർക്ക് ഒരു പുതിയ ഓൺട്രപ്രണർഷിപ്പ് പ്രോജക്റ്റും കൂടിയാണ് അവിടെ ഡെവലപ്പായി വരുന്നത്. സോ അത് നമുക്കൊരു സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഓഫ് കോഴ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് പാഷൻ. ചില ആളുകളുടെ പാഷൻ ബിസിനസ്സായിട്ട് മാറുന്നു. ഡാൻസിനോടുള്ള പാഷൻ, ഫിറ്റ്നസ്സിനോടുള്ള പാഷൻ, ഇതെല്ലാം ബിസിനസ്സായിട്ട് മാറുന്നു. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഒരു പഴയ ട്രെൻഡൊന്നും അല്ല. ഇപ്പോൾ നിങ്ങൾ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ഫൊഗോട്ടൺ ദ നെയിം. 20 കോഡുകൾ വെച്ച് 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പോൾ എനിവേസ്, there may be some people who are behind the idea, who are passionate about English, അല്ലെങ്കിൽ ഹു ആർ പാഷനേറ്റ് അബൌട്ട് സ്പീക്കിംഗ് ഓർ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ അത്തരത്തിലുള്ള പാഷൻസിനെ ഓൺട്രപ്രണർഷിപ്പ് ആക്കി ടേൺ ചെയ്യുന്നു. ഇപ്പോൾ അതേപോലെ പല കോച്ചിങ് സെൻറ്ററുകൾ, സൈലം പോലത്തെ കോച്ചിങ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ സൈറ ലേണിംഗ് പോലത്തെ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ പഠനത്തിനോടും പഠിപ്പിക്കുന്നതിനോടൊക്കെയുള്ള ഭയങ്കര പാഷൻസ് ഓൺട്രപ്രണർഷിപ്പ് ആക്കി പ്രോജക്റ്റുകളാക്കി ബിസിനസ്സുകളാക്കി മാറ്റുന്ന ആൾക്കാരാണ്. അതേപോലെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒരു ഫാക്ടറാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രോബ്ലം, അതിന് ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, ഈ സൊല്യൂഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഉപയോഗിച്ച രീതി മറ്റുള്ള ആൾക്കാരിലേക്കും കൂടെ എത്തിക്കണം, അതെനിക്ക് ബിസിനസ്സാക്കി മാറ്റണം. സോ ദിസ് ഹാപ്പൻസ് ആസ് ഡിഫറെൻറ്റ് സോഴ്സസ്. ഇതിനെ നമുക്ക് പല സോഴ്സുകളായിട്ട് ഇങ്ങനെയുമൊക്കെ ആൾക്കാർ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് അനാലിസിസ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അതും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. എല്ലാ ബിസിനസ്സുകളിലും ഇത് ആപ്ലിക്കബിൾ അല്ലെങ്കിലും ചില ബിസിനസ്സുകളിൽ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുക, ഇമ്പോർട്ട് അനാലിസിസ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇമ്പോർട്ട്, ഇപ്പോൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ട് കൂടുക എന്ന് പറയുന്നത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യമല്ല. എക്സ്പോർട്ട് കൂടുന്നത് എല്ലാവർക്കും സന്തോഷമായിരിക്കും, പക്ഷെ ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ട് കൂടുന്നത് അത്ര നല്ലതല്ല. കാരണം ഇങ്ങോട്ടേക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഉള്ള ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ട് വരും, നമ്മുടെ ഇൻകം, രാജ്യത്തിൻ്റെ വെൽത്ത് പുറത്തേക്ക് പോകും. ഇങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അതിലേക്കൊന്നും ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. സോ എനിവേസ്, ഇവിടെ നടക്കുന്ന ഇറക്കുമതികളെക്കുറിച്ച് പഠിക്കുകയും അത് നമുക്കൊരു ബിസിനസ് ഐഡിയ ആക്കി മാറ്റിക്കൂടെ. ഫോർ എക്സാമ്പിൾ, ഇന്ന ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഇത് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയിട്ടും ഇവിടെ അതിന് വലിയ പ്രൊഡ്യൂസേഴ്സ് ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, നമ്മുടെ നാട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ പുറത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇനി അതും പോട്ടെ, വേറെ എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഇവിടെ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഇവിടെ വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യലായിരിക്കും പതിവ്. അങ്ങനെയാണെങ്കിൽ വൈ കാണ്ട് ഐ തിങ്ക് അബൌട്ട് പ്രൊഡ്യൂസിങ് ദ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കൊരു ബിസിനസ് ഐഡിയ, അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ എക്സ്പോർട്ട് ഡിമാൻഡ്. നമ്മുടെ നാട്ടിൽ നിന്നും എന്ത് സാധനം കയറ്റി അയക്കാനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് സ്പൈസസ് ഒത്തിരി കയറ്റി അയക്കുന്നുണ്ട്, സ്പൈസസ്. അപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക്, അതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് ആവണമെന്നില്ല, കേരളത്തിലേക്ക് നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നതാണെങ്കിലും എക്സ്പോർട്ടെന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയും അത് പുറത്തേക്ക് നമ്മൾ വിൽക്കുന്നതാണല്ലോ, ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ കൂടിയും. സോ പുറത്തേക്ക് ആവശ്യമുള്ള ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കി ആ സാധനങ്ങളുടെ ബിസിനസ് ഐഡിയയിലേക്ക് ഞാൻ തിരിയുന്നു. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഹൈ ഡിമാൻഡുള്ള സാധനമാണ്, അതുകൊണ്ട് ഈ സാധനം ഞാൻ പ്രൊഡ്യൂസ് ചെയ്താലും വാങ്ങാൻ ആളുകൾ ഒത്തിരി ഉണ്ടാവും. അതും എനിക്കൊരു ബിസിനസ് ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ നെറ്റ്വർക്ക്സ്, മേക്കിംഗ് നെറ്റ്വർക്ക്സ് വിത്ത് ബിസിനസ് പീപ്പിൾ, വിത്ത് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ് പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ള സെയിം ഫീൽഡിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുന്നു. അത് ആളുകളായിട്ട് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടും ഒക്കെ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുന്നതും
അതുവഴി നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദർ ആർ ഇനിയും സോ മച്ച് ഓഫ് സോഴ്സസ് ഫോർ ബിസിനസ് ഐഡിയാസ്. ആൻഡ് ഫൈനലി വിൽ ബി ഡിസ്കസിങ് ദി ഡിജിറ്റൽ ട്രെൻഡ്സ് ഇൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഡിജിറ്റൽ ട്രെൻഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ ഇൻസൈറ്റുകൾ, കൺസ്യൂമർ പ്രിഫറൻസുകൾ മനസ്സിലാക്കി തരുന്ന പല സോഷ്യൽ മീഡിയ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആളുകളെല്ലാവരും ഇപ്പോൾ ഒരു 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 ഡ്രസ്സിൻ്റെ ഒരു ട്രെൻഡ് ഇറങ്ങുന്നു, ഒരു കൊറിയൻ ട്രെൻഡ് വരുന്നു. നമ്മൾ കാണുന്ന എല്ലാ ആൾക്കാരും കൊറിയൻ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇടുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു ബിസിനസ്സിനോട് താല്പര്യമുള്ള ആളുടെ മനസ്സിൽ പോകുന്ന ചിന്ത എന്ന് പറയുന്നത്, ഓക്കെ, കൊറിയൻ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ കൊറിയൻ ഔട്ട്ഫിറ്റുകൾക്ക് ഭയങ്കര ട്രെൻഡുണ്ട്, കാരണം പീപ്പിൾ ആർ റണ്ണിങ് ബിഹൈൻഡ് ദാറ്റ്, യങ്സ്റ്റേഴ്സ് ആർ റണ്ണിങ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ എന്തുകൊണ്ട് വൈ കാൺ ഐ ഡു എ കൊറിയൻ ബ്രാൻഡ്? എനിക്ക് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂംസ് കൊടുക്കുന്ന, അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് കൊടുക്കുന്ന ഒരു ബുട്ടീക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റീസെയിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമോ ഒക്കെ എനിക്ക് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ആൾക്കാരുടെ സെർച്ച് ബിഹേവിയേഴ്സ് നമുക്കറിയാം. പീപ്പിൾ വുഡ് സെർച്ച് ദെയർ അൺമെറ്റ് നീഡ്സ്. അവരുടെ വേണ്ട സാധനങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സെർച്ചസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളൊരു കാറിനെ പറ്റി സെർച്ച് ചെയ്താൽ വി ഓട്ടോമാറ്റിക്കലി ഗെറ്റ് കോൾസ് ഫ്രം കാർ ഷോറൂംസ്. നമ്മുടെ സെർച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഗൂഗിൾ സെർച്ച് എൻജിൻസ് ആർ അനലൈസിങ്, കമ്പനീസ് ആർ യൂസിങ് ദ സെർച്ച് എൻജിൻ ഡാറ്റ ടു അനലൈസ് അവർ സെർച്ച്. പ്രോഡക്റ്റിൻ്റെ, കൺസ്യൂമേഴ്സിൻ്റെ സെർച്ചാണ് അവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ ഫീഡ്ബാക്സ് ഇതൊക്കെ നമുക്ക് കാണുന്നത്. ഇപ്പോൾ ആൾക്കാർ കുറേ കമൻറ്റ് ഇട്ടേക്കുന്നു ഒരു പ്രൊഡക്റ്റിൻ്റെ അടിയിൽ, ഇതിനിങ്ങനെ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് പോകുന്നു, അല്ലെങ്കിൽ ഇതിന് ഇത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വാട്ട് പീപ്പിൾ വാണ്ട്സ്. അപ്പോൾ ഇത് ആൾക്കാരുടെ സോഷ്യൽ ബിഹേവിയറാണ്. ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ബിഹേവിയർ ഡിജിറ്റൽ ട്രെൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദർ ആർ സ്റ്റിൽ മെനി കൈൻഡ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ് വിച്ച് ഇസ് നോബഡി ഹാസ് ടച്ച്ഡ് യെറ്റ്. അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ഈസിലി ഫൈൻഡ് ഔട്ട് many project ideas which is still not open in the market. Okay, so in this video I would like to just recall, we have discussed nearly 10 sources of project ideas. You guys can also add up more sources of project ideas to this. Hope you are understand and hope you are clear with the topic. So thank you for listening.